ആശാ വർക്കേഴ്സിന്റെ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 30 ദിവസം തികയുകയാണ്. ആദ്യം സർക്കാർ ഇതിനെ അവഗണിച്ചുവെങ്കിലും ചില ആവശ്യങ്ങളെങ്കിലും സർക്കാരിന് പിന്നീട് അവഗണിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ കടുപ്പിക്കാനും അടുത്ത ഘട്ടത്തിലേക്കും കടക്കാൻ പോവുകയാണ് എന്നുമാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. ആ റിപ്പോർട്ട് കാണാം. ഫെബ്രുവരി 10 മകരമാസത്തിന്റെ അവസാന ദിനങ്ങൾ. ചുട്ടുപൊള്ളുന്ന കുമ്പച്ചൂടിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടങ്ങിയതാണ് സമരം. പൊരിവെയിലിന് തളർത്താൻ കഴിയാത്ത സമരത്തിന് ഇന്ന് പ്രായം 30 ദിവസം. സമീപകാല കേരള ചരിത്രത്തിൽ പ്രതിപക്ഷത്തിന് പോലും സാധ്യമാകാതിരുന്ന സമരം. ഇതിനിടയിൽ പരിഹാസങ്ങളേറെ കേട്ടു. അശ്ലീല പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പ്രസംഗങ്ങളും സമരത്തിനെതിരെയുണ്ടായി. വെയിലിനിടയിൽ മഴയെത്തിയൊരു ദിവസം. ആ മഴയും അവർക്ക് ആശ്വാസം പകർന്നില്ല. സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ അന്നവർ ആ മഴ മുഴുവൻ നനഞ്ഞു. ഇച്ഛാശക്തിയുള്ള സമരത്തെ തോൽപ്പിക്കാനായില്ല. കുടുംബസംഗമം, ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം, NHMലേക്കുള്ള മാർച്ച്, നിയമസഭാ മാർച്ച്, താരതമ്യേന ശക്തി കുറഞ്ഞൊരു സംഘടനയ്ക്ക് അസാധ്യമെന്ന് തോന്നുന്ന പലതും ഇതിനിടയിൽ സംഘടിപ്പിച്ചു. മാസം 1 പിന്നിടുമ്പോൾ സമരത്തിന്റെ 2ാം ഘട്ട പ്രഖ്യാപനം. നമ്മുടെ സർക്കാർ ഈ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഈ സമരസമിതിയെ വിളിച്ച് ചർച്ച ചെയ്യുവാനോ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഉയർന്ന സമര രീതികളിലേക്ക് പോകേണ്ടുന്നതുണ്ട്. സമരത്തിനിടയിൽ ഒരിക്കൽ പോലും അക്രമങ്ങളുണ്ടായില്ല. സമരത്തെ അനുകൂലിച്ചു നടത്തിയ അക്രമങ്ങളെ അപലപിച്ചു. എന്നിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരിന് മുൻപിൽ 2ാം ഘട്ട സമരത്തിൽ അല്പം നിയമലംഘനം. മാർച്ച് 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘർഷഭരിതമായിരിക്കും. ഓണറേറിയം കുടിശ്ശിക തീർത്തതും മാനദണ്ഡങ്ങൾ പിൻവലിച്ചതും സമരത്തിന്റെ വിജയം. ശമ്പള വർധനവും വിരമിക്കൽ ആനുകൂല്യവും അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരം തുടരുന്നത്. കുറച്ചധികം വനിതകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് മാസം 1 ആകുന്നു. തുടരെയുള്ള അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും. മനസാക്ഷിയില്ലാത്ത സർക്കാർ എന്ന ഈ ആശമാരുടെ ആരോപണത്തിന് ശക്തി വർദ്ധിക്കുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.